ഹലോ. ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ചിക്കൻ എടുപ്പുണ്ടാകും. അപ്പോൾ നമുക്കിന്ന് ചിക്കനും പൊട്ടാറ്റോയും കൂടിയുള്ള ഒരു സ്റ്റൂ റെഡിയാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. 2 ഉരുളക്കിഴങ്ങ്, ആവശ്യത്തിന് പച്ചമുളക്, ഒരു 4 or 5 പച്ചമുളക്, എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, എന്നിട്ടിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ. ഒരു 2 or 3 വിസിലടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് വേറെ പാത്രം വെച്ചിട്ട് അതിലേക്കാണ് കേട്ടോ പിന്നെ നമ്മളിത് മസാല ആക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ വേറെ പാത്രം വെച്ച് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട് നല്ലോണം. ഇനിയിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാറ് കേട്ടോ. സ്റ്റൂ, മീൻകറി, ചിക്കൻ കറിയൊക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണല്ലോ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓയിലിട്ട് ചെയ്യാം. അപ്പോൾ അതാ അതിൽ നല്ല വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. പെരിഞ്ചീരകം ഇട്ട് ഞാൻ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒന്ന് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. വെളുത്തുള്ളി ഞാൻ ഇടാറില്ല, എനിക്കറിയില്ല, ഇനി ഇടുന്നവരുണ്ടായിരിക്കാം, പക്ഷെ ഞാൻ ഇടാറില്ല വെളുത്തുള്ളി. ഒരു കഷ്ണം ഇഞ്ചി മാത്രം ഇട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വലിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും. പിന്നെ തക്കാളി ഇടാറില്ല. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടോ നമ്മളിത് ഉണ്ടാക്കുക. ഉരുളക്കിഴങ്ങും ചിക്കനും ഒന്ന് വേവിച്ചെടുക്കുക, ഉള്ളി വാട്ടുക, ഇഞ്ചിയും ഉള്ളിയും പെരിഞ്ചീരകവും കൂടി ഒന്ന് വെളിച്ചെണ്ണ ഇട്ട് പൊട്ടിച്ച് അത് നല്ലോണം ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം നമുക്ക് നല്ലൊന്ന് വഴണ്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ബാക്കി പരിപാടി നോക്കുക. അപ്പോൾ ഇതാ ഞാനത് നല്ലോണം വഴറ്റി കൊടുക്കുകയാണെങ്കിൽ ഇതൊന്ന് വഴണ്ടി കിട്ടാൻ ചെറിയൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. എന്നിട്ട് അപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാടി വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളി. അപ്പോൾ അത് നമ്മൾ ഇത് ചിക്കനും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ അസലായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കൊട്ടി കൊടുക്കണം. ഇനി നമ്മളൊരു മസാലപ്പൊടികളും ചേർക്കുന്നില്ല. നമുക്ക് കുരുമുളക് പൊടി എന്തായാലും നിർബന്ധം കേട്ടോ സ്റ്റൂക്ക്. ഈ സമയത്ത് നമ്മൾ ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷെ എൻ്റെ കയ്യിലില്ല, ഞാൻ ഇപ്പോഴാണ് ഇത് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ പോയി നോക്കുന്നത്. ഉണ്ടെന്ന് വിചാരിച്ചു, ഇല്ല. അപ്പോൾ നമ്മളെടുത്ത് സ്റ്റോക്കില്ലാത്ത കാരണം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. എന്തായാലും മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് അതൊന്ന് തിളച്ച് വന്നാൽ ഒരു അരമുറി തേങ്ങാപ്പാൽ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഒരു ഇച്ചിരി ഗരം മസാലയും കൂടി തൂവി കൊടുക്കുക. കുരുമുളക് പൊടി നിർബന്ധമായിട്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം അത്രയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മൾ സ്റ്റൂ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഞാൻ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ഒരു പിടി വേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനേൻ്റെ ഇല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര സിമ്പിളാണ് നമ്മൾ സ്റ്റൂ റെഡിയാക്കാൻ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റൂ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം, അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.